നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിണറായി വിജയനും ഭാര്യ കമലയും മകൾ വീണയും കൊച്ചുമക്കളും മുഹമ്മദ് റിയാസിനൊപ്പം മുസ്ലിം രാജ്യമായ ഇന്തോനേഷ്യയിലേക്ക് പോയതിന്റെ ഗുട്ടൻസ് ഇനിയും പുറത്തു വന്നിട്ടില്ല. ആരൊക്കെ അവിടെ നിന്ന് തലയിൽ മുണ്ടിട്ടും തട്ടമിട്ടും പേരുമാറിയും തിരിച്ചുവരുമെന്ന് സംശയിക്കുന്ന മലയാളികളുടെ എണ്ണം കുറച്ചൊന്നുമല്ല. ഇന്ത്യയേക്കാൾ പിന്നോക്ക രാജ്യമായ ഇന്തോനേഷ്യയിൽ കുറെ മുസ്ലിം പള്ളികളല്ലാതെ കാര്യമായ കാഴ്ചകളൊന്നുമില്ല. മീൻപിടുത്തവും കൃഷിയും തൊഴിലാക്കിയ ഈ ദ്വീപ് രാജ്യത്ത് പിണറായിക്ക് കാണാൻ പറ്റിയതും കച്ചവടം നടത്താൻ പറ്റിയതുമായ സംഗതികളൊന്നുമില്ല. കടൽക്കാറ്റ് കൊള്ളാനാണ് പോയതെങ്കിൽ കേരളത്തിലും അറബിക്കടലും കോവളും ബീച്ചുമൊക്കെ വെറുതെ കിടക്കുന്നുണ്ടല്ലോ. ഇപ്പോഴത്തെ ഇന്തോനേഷ്യൻ തീർത്ഥാടനത്തിന്റെ ഒളിച്ചുകളികളൊക്കെ രഹസ്യങ്ങൾ ഏറെ വൈകാതെ പുറത്തു വരുമെന്ന് തീർച്ചയാണ്. മതവും മതവിശ്വാസവും ഇല്ലെന്ന് പറയുമ്പോഴും മതാചാരം കാത്തു സൂക്ഷിക്കുന്ന മുഹമ്മദ് റിയാസിനെ ഏഴാം കൂലികളായ സഖാക്കൾക്കൊന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഒട്ടും വൈകാതെ പിണറായി വിജയനും കമല മാഡവും പുത്രി മാഡവും മിസ്റ്റർ മരുമകനും മക്കൾ പരിവാരങ്ങളും കൂടി മക്കയ്ക്കോ മദീനയ്ക്കോ പോയാൽ അധികം ആർക്കും സംശയം വേണ്ട. ഏതായാലും കാരണഭൂതൻ പിണറായി വിജയന്റെ രാജി വോട്ടെണ്ണലിന് മുൻപോ വോട്ടെണ്ണലിന് ശേഷമോ എന്നതേ അറിയേണ്ടതുള്ളൂ. കേരള സംസ്ഥാനം കണ്ട ഏറ്റവും അഹങ്കാരിയും പരാജിതനും വഞ്ചകനുമായ മുഖ്യമന്ത്രി എന്ന ഖ്യാതി പിണറായി വിജയനുള്ളതാണെന്ന് കാലം തെളിയിക്കാൻ പോകുന്നു. ഇത്രത്തോളം ഭരണപരാജയം സംഭവിച്ച ഇടതുമുന്നണി സർക്കാർ വേറെ ഉണ്ടായിട്ടില്ല. ഇത്രത്തോളം കേരളത്തെ ഭരിച്ചു മുടിച്ച മറ്റൊരു സർക്കാരും ഉണ്ടായിട്ടില്ല. കേരളം കൊള്ളയിലും കൊലയിലും കടബാധ്യതയും പീഡനത്തിലും വരൾച്ചയിലും തകർന്ന് തരിപ്പണമായിരിക്കുകയും സർക്കാരിനെ കൊള്ളയടിച്ച് വിനോദയാത്ര നടത്താൻ എങ്ങനെ ഒരു മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നു എന്നതാണ് അതിശയകരം. ഇനിയൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കേരളത്തിൽ അധികാരത്തിൽ വരരുതെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ കുറവല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പോളിറ്റ് ബ്യൂറോയ്ക്കും മേലെ പടർന്നു വളർന്ന പിണറായി വിജയനെ ഒതുക്കാനും നിയന്ത്രിക്കാനും പാർട്ടി സംവിധാനത്തിൽ മറ്റൊരാളും ഇല്ലാതായിരിക്കുന്നു. ന്യായീകരണ തൊഴിലാളികളുടെ ഏഴാം കൂലി നേതാക്കളായി മാറിയ MV ഗോവിന്ദനും EP ജയരാജനും ഉൾപ്പെടെ പിണറായിക്ക് തട്ടം പിടിക്കാൻ മാത്രം സ്ഥാന പദവികൾ വഹിക്കുന്നവരായി അധംപതിച്ചു പോയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 2 സീറ്റിൽ പോലും CPM വിജയിക്കില്ലെന്ന് തീർച്ചയാണ്. കേരളത്തിൽ UDF വിജയിക്കാൻ കാരണം UDF നേതാക്കളുടെ മിടുക്കൊന്നുമല്ല, മറിച്ച് സകല നാശത്തിനും കാരണക്കാരനായ പിണറായി വിജയനോടുള്ള ജനങ്ങളുടെ അമർഷം ഒന്നു മാത്രമാണ്. സകല കുഴപ്പങ്ങൾക്കും കാരണക്കാരനായ പിണറായി വിജയൻ രാജിവെച്ചാലേ കസേരയിൽ തുടർന്നാലോ കേരളത്തിന് പ്രത്യേക നേട്ടമൊന്നുമില്ല. 3 രാജ്യങ്ങളിലെ വിനോദയാത്രയ്ക്ക് ശേഷം 2 ദിവസം നേരത്തെ മടങ്ങുന്നതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനവും. ഇദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങി വന്നില്ലെങ്കിലും കേരളത്തിൽ നിന്ന് ഒന്നും നഷ്ടപ്പെടാനില്ല. കടം കയറിയ സംസ്ഥാനം, നിലവിളിക്കുന്ന ജനങ്ങൾ, പട്ടിണിയിൽ പൊറുതിമുട്ടിയ കർഷകർ, കേരളത്തിലുടനീളം കൊള്ളയും കൊലയും പീഡനവും അരങ്ങേറുന്നു. അഴിഞ്ഞാടുകയാണ് പോലീസ്. കൈക്കൂലി കണക്ക് പറഞ്ഞു വാങ്ങുന്ന ഉദ്യോഗസ്ഥർ, പീഡനക്കേസിലെ പ്രതിയെ പോലും പണം വാങ്ങി രാജി വിട്ടുപോകാൻ സഹായിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ മന്ത്രിസഭയെയും സർക്കാരിനെയും ജനങ്ങളെ അനാഥരാക്കിയാണ് കാരണഭൂതൻ കേരളം വിട്ടുപോയത്. എന്തിനു പോകുന്നു, ആരെ കാണാൻ പോകുന്നു, എന്ത് കച്ചവടത്തിന് പോകുന്നു, ഏത് വെറുക്കപ്പെട്ടവരാണ് ഈ യാത്ര സ്പോൺസർ ചെയ്യുന്നത് തുടങ്ങിയ നൂറുകണക്കിന് ചോദ്യങ്ങൾ ബാക്കിയാക്കിയാണ് കാരണഭൂതൻ പിണറായി ലോകം ചുറ്റാൻ പോയത്. ഈ ലക്ഷ്യമില്ലാത്ത ഒളിച്ചോട്ടം കൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം ലഭിച്ചു എന്നത് മാത്രം ആർക്കും അറിയില്ല. ഈ പിണറായി വിജയൻ തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി സ്റ്റാലിനെ കണ്ടുപിടിക്കട്ടെ. തമിഴ്നാടിന്റെ മുന്നേറ്റത്തിനും തമിഴരുടെ ക്ഷേമത്തിനും വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന മുഖ്യമന്ത്രിയാണ് അവിടെ ഭരണം നടത്തുന്നത്. അവിടെ മുഖ്യമന്ത്രിയുടെ ജനങ്ങളോട് സംവദിക്കുന്നു, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു. കേരളത്തിലാവട്ടെ മുഖ്യമന്ത്രി ജനങ്ങളിൽ നിന്ന് വിദേശത്തേക്ക് ഒളിച്ചോടുന്ന സാഹചര്യം. എങ്ങനെയും ഈ ദുർഭരണത്തിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മോചനം ആഗ്രഹിച്ചു തുടങ്ങുന്ന കാലം വിദൂരമല്ല.